ആദ്യം നമ്മൾ പോകുന്നു തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അപകടം. കാൽനട യാത്രക്കാരെയും ഓട്ടോറിക്ഷകളെയും ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാറിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് RTO VS അജിത് കുമാർ പറഞ്ഞു. വാഹനം പരിശോധിച്ചു. അല്ല, മെക്കാനിക്കൽ ഡിഫക്ട്സ് കാണാനില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാണുന്ന ഒരു പ്രാഥമിക നിഗമനം അതിന്റെ ബ്രേക്കിന് പകരം ആക്സിലേറ്ററിലേക്ക് ഒരു കാൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആയിരിക്കാം അത് ഓടിച്ചത്. ഇനി അയാളുടെ ലൈസൻസിനെ കുറിച്ച് നമുക്ക് ചോദിക്കണം. പഠിച്ച ഒരു കുട്ടിയാണോ അതോ ഇനി പഠിപ്പിക്കാനായിട്ട് വേറെ എന്തെങ്കിലും നിയോഗിച്ച ആളാണോ എന്നറിയണം. ഡ്രൈവിംഗ് പരിശീലനം നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CS നാഗരാജു. പരിശീലനം നടത്തേണ്ടത് ഈ റൂട്ടിലല്ല. ലൈസൻസ് ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ പരിശീലനം നടത്തിയത് എന്തിനെന്ന് അറിയില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. ഇപ്പൊ പറയാൻ കഴിയില്ല. അതായത് ഈ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അപ്ലൈ ആയിരിക്കണം. തീർച്ചയായിട്ടും ആയിരിക്കും. അല്ലാതെ ഇത്രയും വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. അല്ലല്ല, അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രാഥമിക നിഗമനത്തിൽ അങ്ങനെ ഒരു വാഹനത്തിന് മറ്റ് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല. ഇവിടായിരുന്നു. നമുക്ക് പരിശോധിക്കാം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പരിശോധിക്കാം. കാർ അമിത വേഗത്തിൽ പാഞ്ഞെത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഞാനിവിടുന്ന് പോയി വണ്ടി അവിടുന്ന് സ്പീഡിൽ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി. അവിടെ നിന്ന് 2 പിള്ളേർ നടന്നു വന്നു. ആ പിള്ളേർ ഇടിച്ച് മറിച്ചിട്ട് പോയി. ഇവിടെ ഈ വണ്ടി കൊരുത്തല് നിന്നത്. ഇവിടെ നിന്ന് ഞങ്ങളും പോവായിരുന്നു, ആ സ്ത്രീയും പോയി, എല്ലാവരും പോവായിരുന്നു. നമുക്ക് കണ്ടിരുന്നത് നമുക്കാണ് മോനെ സഹിക്കാൻ വയ്യാത്ത. ആരായാലും ഫ്രണ്ടിൽ കിടന്ന വണ്ടിയിലാണ് കയറാമെന്നത്. നമ്മളിങ്ങനെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞത് പെട്ടെന്ന് മിന്നൽ കണക്ക് ഈ കാർ അങ്ങ് വന്ന് കയറി. പിന്നെ ഞാൻ കണ്ടത് അവർ രണ്ടുപേരും ബ്ലഡിൽ കിടക്കണം. എനിക്കും അങ്ങ് ഒരു ലെവലില്ലാതെ വന്ന് എൻ്റെ കാലുമൊക്കെ മുറിഞ്ഞു. ഭയങ്കര ഫാസ്റ്റായിരുന്നു. നമ്മൾ അറിഞ്ഞാൽ പോലും ഇല്ല. ഞാൻ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് എൻ്റെ പുറക്കൂടെ കയറി ഇറങ്ങിയില്ല. മൊത്തം 5 പേർക്ക്, അതിൽ 3 പേര് ഓട്ടോ ഡ്രൈവർമാരാണ്. 3 പേരുടെ നിലയും സീരിയസ് ആണ്. എല്ലാവർക്കും സീരിയസ് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെന്ന് കണ്ടാലേ അറിയാവുള്ളൂ. എല്ലാവരും ഇപ്പോൾ കിടത്തി 3 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 2 പേര് ഇവിടെയുണ്ട്. സ്ത്രീയുടെ കാര്യം, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ കാര്യം സീരിയസ് ആണ്. കാലൊക്കെ ഇങ്ങനെ ഞെരുപിര ഒടിഞ്ഞു. ഞാനാണ് എടുത്തുകൊണ്ട് അറിയാം. അർജുൻ രാജുണ്ട് സംഭവ സ്ഥലത്തു നിന്നും. അർജുൻ, ഈ സംഭവം എങ്ങനെയുണ്ടായി എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പരിക്കേറ്റവരുടെ അവസ്ഥ ഏത് നിലയിലാണ്? 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. ഓട്ടോ ഡ്രൈവർമാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്, കാൽനട യാത്രികർക്കും. ഇവരെ ഇപ്പോൾ എവിടെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവരുടെ ആരോഗ്യനില എത്തരത്തിലാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. മാത്രമല്ല, ഈ അപകടം അതിൽ നിബന്ധനകൾ പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയതെന്നുള്ള പരാമർശം കൂടി നമ്മൾ വരുന്നത് കേട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? സംഗീത, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 2 ഓട്ടോ ഡ്രൈവർമാരും സമീപത്ത് വാഹനത്തിന് യാത്രയ്ക്ക് വേണ്ടി പോയ 2 ആളുകളും. ഇങ്ങനെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 2 പേർ വെന്റിലേറ്ററിലാണ്, ബാക്കി 2 പേർ ICUവിലും. അതായത് ഈ പരിക്കേറ്റ് ഗുരുതരമായിട്ടുള്ള 4 പേരുടെയും നില ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണെന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൽ 2 പേർ ഈ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റലിൽ മുൻവശത്ത് ഓട്ടോ ഓടിക്കുന്നവരാണ്. മറ്റ് 2 പേർ വാഹനത്തിലേക്ക് പോകാൻ വേണ്ടി ഈ ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് നിന്നതാണ്. ഈ വാഹനമാണ് ഇപ്പോൾ കാണുന്നതാണ് അപകടത്തിനിടയാക്കിയ വാഹനം. തിരുമല സ്വദേശികളായിട്ടുള്ള വിഷ്ണു, വിജയൻ, ഈ 2 പേരാണ് വാഹനം ഓടിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാഹന പരിശീലനം നടത്തുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശീലനം നടത്തുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കാതെയാണ് ഈ വാഹനം ഓടിച്ചത് എന്നാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതായത് വാഹനം ഓടിപ്പിക്കും പരിശീലനം നടത്തുന്ന ഘട്ടത്തിൽ 2 പെഡലുകൾ വേണം, ഏറ്റവും കുറഞ്ഞത് എല്ലാം എഴുതുകയിലും വേണം. പക്ഷേ അതൊന്നുമില്ലാതെ വെറുതെ അങ്ങ് പരിശീലനം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അമിത വേഗതയിലാണ് ഈ വാഹനം പേട്ട ഭാഗത്ത് നിന്ന് ജനറൽ ആശുപത്രി പരിസരത്തേക്ക് വന്നത്. ഈ സമീപത്ത് ജനറൽ ആശുപത്രിക്ക് തൊട്ട് മുൻപിൽ ഉണ്ടായിരുന്നവരാണ് അപകടത്തിൽ പെട്ടത്. ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. അമിത വേഗതയിലാണ് വണ്ടി എത്തിയത്. ആ ഇടിയുടെ ആഘാതത്തിലാണ് ഗുരുതരമായി 4 പേർക്ക് പരിക്കേറ്റുള്ളത്. ഒപ്പമുണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ നില അത്ര വലിയ പരിക്കില്ല. അദ്ദേഹമാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത്.
സംസാരിച്ചത്. മറ്റ് 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. വിഷ്ണു 2019 ലൈസൻസ് നേടിയതാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും എന്തിനാണ് പരിശീലനം നടത്തിയതെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഫുട്പാത്തിലേക്ക് കയറി കൈവരികളിൽ ഇടിച്ചാണ് ഈ വാഹനം നിന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ് എന്നുള്ളതാണ് അത്ര വലിയൊരു അപകടത്തിലേക്ക് പോകാതിരുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഒരു അവധിയല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ ജനറൽ ആശുപത്രിക്ക് മുൻപിലൊക്കെ ഈ ഫുട്പാത്തിന് മുൻവശത്തൊക്കെ അത്രയും ആളുകൾ തിങ്ങി നിറയുന്ന സാഹചര്യമുണ്ട്. ഇന്ന് പക്ഷേ ഞായറാഴ്ച അതിനാൽ അത്ര വലിയ തിരക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപകടത്തിന്റെ ആഘാതം ചെറുതായിട്ടെങ്കിലും കുറച്ചത്. അതേ സമയത്ത് തന്നെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 2 ഓട്ടോ ഡ്രൈവർമാരും 2 കാൽനട യാത്രക്കാർ, അതായത് വാഹനത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തുനിന്ന ആളുകളുമാണ് എന്നാണ് പറയുന്നത്. ആ അപകടത്തിനിടയാക്കിയ കാര്യമായി ഉദ്യോഗസ്ഥർ പറയുന്നത് ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടി എന്നുള്ളതാണ്. അങ്ങനെ അമിത വേഗതയിൽ ഈ വാഹനം ജനറൽ ആശുപത്രിക്ക് തൊട്ട് മുൻപിലുള്ള ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ കൈവരികളൊക്കെ തകർത്താണ് ഈ വാഹനം നിന്നത്. അത് ആ വാഹനം എത്ര വേഗതയിലായിരുന്നു, എത്ര അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയിക്കുന്നതാണ്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ വാഹനം ഓടിച്ച ആൾക്കും അതിന് പരിശീലനം നൽകിയ ആൾക്കും ഉണ്ടെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായിട്ടും നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഈ വാഹനം പരിശീലനം നടത്തിയതെന്നാണ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും തരത്തിൽ പരിശീലനം നടത്തുന്ന ഒരു റൂട്ടല്ല ഇത് ജനറൽ ആശുപത്രിക്ക് മുൻവശത്തു കൂടിയാണ് പോകുന്നത്. അത്രയും തിരക്കുള്ള സ്ഥലമാണ്, രോഗികളൊക്കെ വരുന്ന ഇടമാണ്. അങ്ങനെ ഇടത്തുകൂടി ഇങ്ങനെ പരിശീലനം നടത്താൻ പോലും കഴിയാത്ത ഒരിടത്തേക്കാണ് അദ്ദേഹം വാഹനം ഒടിച്ചു കയറ്റിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ 2 പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഈ വാഹനത്തിനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അപകടത്തിനിടയാക്കിയത് അനാസ്ഥയായി തന്നെ ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് എന്തായാലും സ്വാഭാവികമായി കടക്കുകയും ചെയ്യും. 4 പേരുടെ ആരോഗ്യനില ഇപ്പോൾ ആശങ്കയായി തുടരുകയാണ്. ശരി അർജുൻ.